ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം നീ വിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധിയായു നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. നോമ്പ് സ്വയം പരിശോധനയുടെയും മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാലമാണ്. അത് പുനഃസ്ഥാപനത്തിൻ്റെ സമയമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് വളരെ പരിചയമുള്ള യേശു കർത്താവിൻ്റെ ഉപമയാണ് ധൂർത്തുപുത്രന്റെ ഉപമ. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയ മകൻ തന്റെ സ്വത്തും മാന്യതയും നഷ്ടപ്പെടുത്തി. യഹൂദ പശ്ചാത്തലത്തിൽ ഏറ്റവും ഹീനപ്രവൃത്തിയായ പന്നികളെ മേയ്ക്കുക എന്ന നിലയിലേക്ക് വീണുപോയവൻ. ധൂർത്തുപുത്രന് യഥാസ്ഥാപനം ഉണ്ടായത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഉപമ അവസാനിക്കുന്നത്. യഥാസ്ഥാപനത്തിന് കാരണമായ 3 കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന്, തിരിച്ചറിവ്. 17-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുബോധം വന്നിട്ട്. ഇതിന്റെ ഒരു ഭാഷാന്തരം റീഗെയിനിങ് അവയർനെസ് എന്നാണ്. അവൻ തിരിച്ചറിയുന്നു, ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്തല്ല ഇപ്പോൾ ആയിരിക്കുന്നത്, ഞാൻ ആയിരിക്കേണ്ട സ്ഥാനത്തല്ല ഇപ്പോൾ ആയിരിക്കുന്നത്, എനിക്കുണ്ടാകേണ്ടിയിരുന്ന അവസ്ഥയിലല്ല ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. 2, എഴുന്നേൽക്കുക. തിരിച്ചറിവ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നു. തനിക്കുണ്ടായ തിരിച്ചറിവ് തന്നെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുവാനല്ല, മറിച്ച് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ അവൻ തീരുമാനിക്കുന്നു. 3, തിരിച്ചുപോക്ക്. വാക്യം 20, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ഇതൊരു തിരിച്ചുപോക്കാണ്. നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തേക്ക്, നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക്, നഷ്ടപ്പെട്ടു പോയ സ്ഥിതിയിലേക്ക് തിരികെ എത്തുന്ന മകനെ പിതാവ് സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അവനെ യഥാസ്ഥാപനപ്പെടുത്തുന്നുണ്ട്. പ്രിയരെ, ഈ നോമ്പുകാലം ആത്മപരിശോധനയുടെ കാലമാകട്ടെ. വീണുപോയിടത്തു നിന്ന് എഴുന്നേൽക്കുന്ന, തിരികെ പോകുന്ന യഥാസ്ഥാപനത്തിന്റെ കാലമാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വീഴ്ചകളെയും കുറവുകളെയും തിരിച്ചറിയുവാനും അവിടെ നിന്ന് എഴുന്നേൽക്കുവാനും അങ്ങിലേക്ക് തിരികെ എത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യഥാസ്ഥാപനപ്പെട്ടുകൊണ്ട് അങ്ങേക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അനുദിനം രക്ഷകൻ പക്ഷത്തോനെ ശുദ്ധിയായി നടന്നിടുന്നത്, കർത്തരുവിയാകുന്നോ വിശ്രമം നഴികാതൊരുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും